ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ബാങ്കുവിളി നിരോധിക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ബാങ്കുവിളി മാത്രമല്ല, എല്ലാ ആരാധനാലയങ്ങളും ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒന്നും വേണ്ട എന്ന് നിരോധനമുള്ള ഒരു രാജ്യമാണ് ഈ സ്വതന്ത്ര ഭാരതം. ഈ കാണുന്നതെല്ലാം കോടതി അലക്ഷ്യങ്ങളാണ്. ഇവിടെ കണ്ണു തുറന്നാലുടനെ ഈ ഭൂമിയിലേക്ക് ഭൂജാതനായി കണ്ണു തുറന്നാൽ ഉടനെ തന്നെ ചെവിയിലേക്ക് ഇറ്റിച്ചു കൊടുക്കുന്നത് മതമാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും ഇതാര് പഠിപ്പിച്ചതാണ് എന്ന് ചോദിക്കരുത്. പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം മതത്തെ കുറിച്ചിട്ടാണെങ്കിൽ നമസ്കരിക്കാൻ സമയമായി എന്നറിയിക്കാൻ ബാങ്കും, നമസ്കാരം തുടങ്ങുന്നു എന്നറിയിക്കാൻ ഇക്കാമത്തും. ഇതാണ് ഞാനൊക്കെ പഠിച്ചിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളതും ഇത് തന്നെയാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞിലേക്ക് മതം ഇറ്റിച്ചു കൊടുക്കുന്ന ഈ രീതി പിൽക്കാലത്ത് വന്ന പുത്തൻവാദികൾ ഉണ്ടാക്കിയതാണ്. ജനിച്ച് കണ്ണു തുറക്കുന്നതിന് മുന്നേ തന്നെ ചെവിയിൽ ഈ ബാങ്ക് വിളിക്കുന്ന രീതി എവിടെ നിന്നാണ് വന്നത്? ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറണം, മതം വന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് സാവകാശം കഴിക്കണം. കുടിക്കുമ്പോൾ അതിനകത്ത് ഊതരുത്. ഇരിക്കുമ്പോൾ വലതുഭാഗത്തിന് മുൻഗണന. തല ചീകുമ്പോൾ വലതുഭാഗത്തിന് മുൻഗണന. വസ്ത്രം ധരിക്കുമ്പോൾ, വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, എന്തിനേറെ കക്കൂസിൽ പോകുമ്പോൾ വരെ ഈ മതം. അങ്ങനെ ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയാണെങ്കിൽ, ഒരു മുസ്ലിം ആണെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഈ മതം കടന്നു വരുവാണ്. പതിയെ 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 അവനെ ഒരു മതജീവിയാക്കി മാറ്റാനുള്ള സകലമാന ഏർപ്പാടുകളും അവിടം കൊണ്ട് തന്നെ ഉണ്ടാകുവാണ്. അവൻ അറിഞ്ഞോ അറിയാതെയോ അവനിലേക്ക് മതം കടന്നു വരുവാണ്. നെറ്റിയിൽ നമസ്കാരത്തഴമ്പ്, മീശയിലും താടിയിലും ഇടുന്ന പാൻറിൽ വരെ മതം. കഴിക്കുന്ന ഭക്ഷണത്തിൽ, തലയിലിടുന്ന തുണിയിൽ, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ, ഭാഷയിൽ, നമ്മുടെ സംസ്കാരത്തിൽ, എന്തിനേറെ നമ്മുടെ സുഹൃത്തിനെ ആദ്യമായിട്ടൊന്ന് കാണുമ്പോൾ പോലും അവനെ ആദ്യമായിട്ട് സ്വീകരിക്കേണ്ടത് അസ്സലാമു അലൈക്കും മതം കടന്നു വരുവാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിയമങ്ങളിൽ ശരീഅത്ത് നിയമം തുടങ്ങി നെറ്റിയിൽ തുടങ്ങി ലിംഗത്തിൽ വരെ മതം പതിപ്പിച്ചിരിക്കുന്ന വിഭാഗം പറയുവാണ് നമ്മളിത് പറയുമ്പോൾ നമ്മൾ വർഗീയവാദിയാണെന്ന്. ആരാണ് പറയുന്നത് എന്നുകൂടി നോക്കണം. ജീവിതത്തിൽ മുഴുവനും മതം കടന്നു വരുന്ന ആളുകൾ. ഇവിടെ നമ്മുടെ ഒരിക്കൽ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടൊരു ചർച്ച വന്നപ്പോൾ നമ്മുടെ സ്പീക്കർ പറഞ്ഞിരുന്നു, വൈകുന്നേരത്തെ ബാങ്ക് വിളി കേൾക്കുമ്പോഴാണത്രേ വിളക്ക് കൊളുത്താൻ ഹിന്ദുക്കൾ ഓർമ്മിക്കുന്നത് എന്ന്. ബാങ്ക് വിളി കേൾക്കാത്ത സ്ഥലങ്ങളിലെ മുസ്ലിങ്ങളുണ്ടല്ലോ. ഇപ്പൊ തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന ഒരു ഗ്രാമം മുഴുവനും വഖഫ് ബോർഡ് പിടിച്ചെടുത്തല്ലോ. നാമത്തിന് വേണ്ടി പോലും, പേരിന് വേണ്ടി പോലും ഒരു മുസ്ലിമോ ഒരു മുസ്ലിം ആരാധനാലയമോ ഇല്ലാത്ത നാടാണത്. അവിടെയെങ്കിലും ഹിന്ദുക്കൾ വിളക്ക് കൊളുത്തത്തില്ലേ? കാരണം ബാങ്ക് കേൾക്കുന്നില്ലല്ലോ. മനസ്സിൽ കാലങ്ങളായി മദ്രസ തലം മുതൽ ഇൻജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ മത തീവ്രവാദമുണ്ടല്ലോ, ഈ ജിഹാദിസം, എത്ര വിദ്യാസമ്പന്നരായാലും, എത്ര മതേതരന്മാരാണ്, മതമില്ലാത്തവരാണ്, സാംസ്കാരിക സമ്പന്നരാണ് എന്നൊക്കെ പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അത് തികട്ടി പുറത്തേക്ക് വരും. ആ ഒരു മുസ്ലിം സ്നേഹം, ഒരു ഇസ്ലാമിനോടുള്ള ആ ഒരു അടുപ്പം, ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ വെറും ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. മുമ്പ് തമിഴ്നാട്ടില് അയ്യപ്പ ഭക്തര് ഏതോ ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ കൂടി ടൂറിസ്റ്റ് ബസ്സിൽ പോയി. ആ സമയത്ത് ആ ബസ്സിനകത്ത് അയ്യപ്പ ഭക്തി ഗാനങ്ങളാണ് വെച്ചത്. ശബരിമലയിലേക്ക് വരുവാണ് അവര്. അതിൻ്റെ പേരിൽ ഈ സമാധാന മതക്കാർ വല്ലാതെ അവരോട് രോഷപ്രകടനം നടത്തി. ഇവർക്ക് 5 നേരവും മൈക്കിൽ കൂടി ബാങ്ക് വിളിച്ചു കൂവാം, കുഴപ്പമില്ല. പിന്നെ മതപ്രഭാഷണങ്ങൾ, വഷളുകളൊക്കെ ഇവർക്ക് വിളിച്ചു പറയാം. സ്റ്റേജ് കെട്ടി നബിയുടെ കളിയും കുളിയും ഇവർക്ക് വിളിച്ചു പറഞ്ഞ ആളെ കൂട്ടാം. റമദാനിലെ നമസ്കാരവും ഖുർആാനോത്തും ഖുർആൻ പ്രഭാഷണങ്ങളും മിലാദി ഷെരീഫിന്റെ നബിദിന പരിപാടികളും ഇതിനൊന്നും ഇവർക്കൊരു കുഴപ്പമില്ല. ഇവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം പള്ളിക്കകത്ത് ശബ്ദം പുറത്തു പോകാത്ത രൂപത്തിൽ ബാങ്ക് വിളിച്ചാൽ മതി.
സൗദി അറേബ്യ പോലെയുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഇത്തരം ശബ്ദമലിനീകരണം ശക്തമായ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നാടിൻ്റെ ഭരണ സംസ്കാര രീതികളൊക്കെ ഇവർക്ക് അനുകൂലമായതുകൊണ്ടാണ് ഇവരിവിടെ കിടന്ന് ഇമാതിരി വേഷം കെട്ട് കാണിക്കുന്നത്. ആ ടൂറിസ്റ്റ് ബസ്സിനെ തടയുവാണ് കുറേ ജിഹാദികൾ. ഇതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. വെറും 4 ദിവസമേ ആയിട്ടുള്ളൂ 4 ദിവസമേ ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിട്ട്. നമ്മൾ വിചാരിക്കും ബംഗ്ലാദേശിലാണ് മതത്തിന് വേണ്ടി തമ്മിൽ തല്ലുകൂടുന്നത് എന്ന്. അല്ല. സജി ചെറിയാൻ പറഞ്ഞത് ഓർമ്മയിലെ സൗദി അറേബ്യ സന്ദർശനത്തിനിടയിൽ ബാങ്ക് വിളി താൻ കേട്ടിട്ടില്ല എന്ന പരാമർശം പിന്നീട് അയാളത് തിരുത്തി വന്നു. എൻ്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ തൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ ചിലർ പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സൗദിയിൽ അദ്ദേഹം നടത്തിയ സന്ദർശനത്തിനിടയിലാണ് മതാനുഷ്ഠാനങ്ങൾ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നത് സംബന്ധിച്ച് അവിടെ പാലിക്കുന്ന ശബ്ദ സൗന്ദര്യത്തെക്കുറിച്ച്, ശബ്ദത്തിൻ്റെ മിതത്വത്തെക്കുറിച്ച്, അവിടെ പാലിക്കുന്ന മത നിയമങ്ങളെക്കുറിച്ച്, മറ്റു മതസ്ഥരോടും അന്യ മതവിശ്വാസികളോടും നാട്ടുകാരോടുമൊക്കെയുള്ള അവരുടെ മതസൗഹാർദ്ദത്തെപ്പറ്റിയും ബഹുമാനത്തെപ്പറ്റിയും ഒക്കെ സഹയാത്രികൻ പറഞ്ഞതിനെക്കുറിച്ച് സജി ചെറിയാൻ ഒരു പൊതുവേദിയിൽ പറഞ്ഞത് പിന്നീട് മാറ്റി പറയേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ എൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെയാണ് ചിലർ പ്രചരിപ്പിച്ചത്. സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തിയ അവസരത്തിൽ മതാനുഷ്ഠാനങ്ങൾ, മതപ്രഭാഷണങ്ങൾ എന്നിവ നടത്തുന്നത് സംബന്ധിച്ചും അവിടെ പാലിക്കുന്ന മിതത്വത്തെക്കുറിച്ചും മറ്റു മതസ്ഥരോടും അന്യ നാട്ടുകാരോടുമൊക്കെ അവർ കാണിക്കുന്ന സ്നേഹത്തെയും ബഹുമാനത്തെക്കുറിച്ചും സഹയാത്രികൻ പറഞ്ഞതാണ് ഞാൻ പരാമർശിച്ചതെന്നും മതസൗഹാർദ്ദത്തിന്റെ മികച്ച മാതൃക എനിക്കവിടെ കാണാനായെന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോയ മലയാളികൾ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചതിനെ കുറിച്ചുമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ബാങ്ക് വിളി കേട്ടില്ല എന്ന് പറഞ്ഞ എൻ്റെ പരാമർശം എനിക്ക് ലഭിച്ച തെറ്റായ വിവരത്തിൽ സംഭവിച്ചത്. അതുവരെ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. ബാങ്ക് വിളിയെ സംബന്ധിച്ച് മാത്രം കണ്ടോ, മതത്തെ തൊട്ടാൽ തൊട്ടവന് പൊള്ളും. വീണ്ടും അത് തെളിയുക. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇവര് നിരന്തരം ആരാധനാലയങ്ങളിലെ ലൗഡ് സ്പീക്കറിനെ സംബന്ധിച്ച്, ഈ ലൗഡ് സ്പീക്കർ ഒഴിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, കോളാമ്പി വെച്ചിട്ടുള്ള ഈ വിളിച്ചുകൂക്കലിനെ സംബന്ധിച്ചിട്ടൊക്കെ ശക്തമായ രൂപത്തിൽ പരാതികൾ സംഘടിപ്പിച്ച് അത് ഒരുമിച്ച് കൂട്ടി ക്രോഡീകരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുന്ന തിരക്കിലാണ്. ഇന്ത്യയിൽ ഈ ലൗഡ് സ്പീക്കർ കോളാമ്പി നിരോധിച്ചിട്ടുള്ളതാണ്. ഏത് ആരാധനാലയങ്ങളിലാണെങ്കിലും ശരി, ഇന്നും ആരാധനാലയങ്ങളിൽ നടക്കുന്ന ഈ ബാങ്ക് വിളി പോലെയുള്ള എല്ലാ സംഭവങ്ങളും കോടതി അലക്ഷ്യമാണ്. കോടതിയുടെ ഉത്തരവിനെ പോലും ലംഘിച്ചിട്ടാണ് ഇന്നവിടെ നടക്കുന്നതെല്ലാം. ഇപ്പോൾ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഏതാണ്ട് ഒരുപാട് ലൗഡ് സ്പീക്കറുകൾ ഇവരുടെ പരാതിയെ തുടർന്ന് തന്നെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഒരുപാട് പരാതികൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ഏതാണ്ട് 2 വർഷം കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രമേൽ രൂക്ഷമായത്. അതായത് മുസ്ലിങ്ങൾക്ക് അമ്പലത്തിൽ എന്തെങ്കിലും ഭക്തിഗാനം, ഒരു ടൂറിസ്റ്റ് ബസ്സിൽ അയ്യപ്പ ഭക്തിഗാനം, ഇതൊക്കെ ഇവർക്ക് പ്രശ്നമാണ്. പള്ളിയിലെ മണിയടി കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇവർക്ക് വലിയ രൂപത്തിലുള്ള പ്രയാസമാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിൽക്കുന്നത് ഒരു എയർഫോഴ്സ് ഓഫീസറാണ്. അദ്ദേഹത്തിന് ഈ സൗണ്ട് പൊല്യൂഷന്റെ വിഷയത്തിൽ ശക്തമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കും. അദ്ദേഹം അതുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാസ് പെറ്റീഷൻ സംഘടിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. അങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തു, കൂടുതൽ ആളുകളുടെ പരാതി സംഘടിപ്പിച്ച് 2ാമത്തെ പെറ്റീഷൻ കൊടുത്തു, 3ാമത്തെ പെറ്റീഷനും കൊടുത്തു. 14 ജില്ലകളിലും അദ്ദേഹം പെറ്റീഷൻ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ്. ഇത് DGPക്കാണ് ഇവർ പരാതി സമർപ്പിക്കുന്നത്. പിന്നീട് DGP ഇതിൻ്റെ മറുപടികളൊക്കെ ക്രോഡീകരിച്ച് ഹോം സെക്രട്ടറിക്ക് കൈമാറി. അതിലൂടെയാണ് എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും ഇത് ലഭിക്കുന്നതത്രേ. അങ്ങനെ ഹോം സെക്രട്ടറിക്ക് ആദ്യം ഇവർ മാസ് പെറ്റീഷൻ 2ാമത് കൊടുക്കുന്നു. അങ്ങനെ അതിലൂടെ ജില്ലാ പോലീസ് മേധാവികളിലേക്ക് ഈ മാസ് പെറ്റീഷൻ അയച്ചിട്ട് ഇത് എന്താണ് എന്ന് അന്വേഷിക്കണം. ഇത് ശരിയാണോ? കോടതി അലക്ഷ്യം നമ്മുടെ പള്ളികളിൽ നടക്കുന്നുണ്ടോ? അമ്പലങ്ങളിലും ചർച്ചുകളിലും ഇങ്ങനെ ശബ്ദമലിനീകരണം നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ടാണ് പള്ളി മേധാവികൾക്ക് ഈ 14 ജില്ലകളിലെയും ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ നോട്ടീസ് നൽകുന്നത്. അതിനിടയ്ക്ക് തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ
നമ്മുടെ സംസ്ഥാന സർക്കാർ മുസ്ലിം ആരാധനാലയങ്ങൾക്കു മാത്രം 1 മിനിറ്റ് ബാങ്ക് വിളിക്കാൻ അനുമതി വേണം എന്ന് പറഞ്ഞ് ഒരു കോടതി ഉത്തരവ് നേടിയെടുക്കുകയാണ്. മറ്റെല്ലാ ആരാധനാലയങ്ങളെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാരിന് പരാതിയില്ല. ഈ സൗണ്ട് നിരോധിക്കുന്നതിനെ സംബന്ധിച്ചും ലൗഡ് സ്പീക്കറും കൊളാമ്പിയും ഒക്കെ എടുത്തു മാറ്റുന്നതിനെ സംബന്ധിച്ചും യാതൊരു ആകുലതയുമില്ല. വോട്ട് ബാങ്ക് എവിടെയൊക്കെയാണ് കയറി വരുന്നതെന്ന് നോക്കിക്കോ. അങ്ങനെ വീണ്ടും അത് നിരോധിക്കുന്ന രൂപത്തിലുള്ള നിയമം വരുവാണ്. കൊല്ലത്ത് വലിയ രൂപത്തിലുള്ള സമരം നടക്കുന്നു. ലൗഡ് സ്പീക്കറുകൾ അഴിച്ചു മാറ്റിയേ പറ്റൂ. ഇപ്പൊ കൊല്ലത്തിന്റെ ഏതാണ്ട് നല്ലൊരു ഭാഗത്തും ലൗഡ് സ്പീക്കർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. കുണ്ടറ പ്രദേശത്ത് ലൗഡ് സ്പീക്കർ വെക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു ഉസ്താദ് പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, ഇന്ന ആളാണ് ലൗഡ് സ്പീക്കറിനെതിരെ നിരന്തരം നമുക്കിങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. കോടതി നിയമവും ഉണ്ടല്ലോ, നമുക്കൊന്നും പറയാനും പറ്റില്ല. കോടതി നിയമം വെച്ചിട്ടാണ് അവനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി അവനെ ഒതുക്കണം, അതല്ലാതെ നമുക്കിതിൽ യാതൊരു വഴിയുമില്ല എന്നൊരു ഉസ്താദ് പറയുന്ന വോയിസ് ഉണ്ട്. ആ വോയിസ് പുറത്ത് വിടാൻ എനിക്ക് അനുമതിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിടാത്തത്. വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അതായത് 10 വർഷത്തോളമായി ഈ ആരാധനാലയങ്ങളിലെ ലൗഡ് സ്പീക്കർ നിരോധന നിയമം ഉണ്ടായിട്ട് പോലും ഇത് അനുകൂലമായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവരാവകാശ നിയമപ്രകാരം ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെ ഡോക്യുമെന്റ്സ് എടുക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പോലീസിന്റെ നല്ല രൂപത്തിലുള്ള സമ്മർദ്ദം ചില പള്ളികളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പള്ളികളിലെങ്കിലും ലൗഡ് സ്പീക്കർ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പെറ്റീഷനായി, രണ്ടാമത്തെ പെറ്റീഷൻ അതിലേറെ ആളുകൾ ഉണ്ടായിരുന്നു, മൂന്നാമത്തെ പെറ്റീഷൻ ഒരു മാസ് പെറ്റീഷനാണ്. ഈ 3 പെറ്റീഷനും നിലനിൽക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള സമീപനങ്ങളും ശബ്ദ മലിനീകരണത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ അഴിച്ചുമാറ്റൽ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ 4ാമത്തെ ഒരു പെറ്റീഷൻ കുറച്ച് ഹ്യൂജാണ്. ഒരുപാട് ആളുകൾ ഇടപെട്ടിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം 3ാമത്തെ പെറ്റീഷന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തൽക്കാലം ഇതവിടെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ 4ാമത്തെ പെറ്റീഷനെ സംബന്ധിച്ചിടത്തോളം ആർക്കും പരാതിപ്പെടാം. അതിൻ്റെ അവരുടെ ആധാർ കാർഡ്, അവരുടെ പേര്, വിവരങ്ങൾ, സ്ഥലം ഇതെല്ലാം ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകണം. അധികാരികൾ പക്ഷെ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യില്ല. അങ്ങനെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകൾ ഈ ശബ്ദ മലിനീകരണത്തെ സംബന്ധിച്ച്, പള്ളിയിലെ ബാങ്കുവിളികളെ സംബന്ധിച്ച്, ലൗഡ് സ്പീക്കറും കൊളാമ്പികളും ഒക്കെ നിരോധിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ രൂപത്തിലുള്ള ഒരു പെറ്റീഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം 3ാമത്തെ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് 4ാമത്തെ ലിസ്റ്റിൽ കൂടുതൽ പരാതിയും ഉള്ളത് കൊണ്ട് തൽക്കാലം അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുവാണ്. ഇപ്പം 3ാം പരാതിയെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള കൺഫർമേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ പരാതി ശരിയാണോ, എത്ര പള്ളികളിലാണ്, എത്ര ഡെസിബൽ യൂണിറ്റിലാണ് ഇവരിങ്ങനെ ശബ്ദം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, എത്ര പേരാണ് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നത്, ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടും കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് 1 മിനിറ്റെങ്കിലും മുസ്ലിം ആരാധനാലയങ്ങൾക്ക് മാത്രം ദിവസവും 5 മിനിറ്റെങ്കിലും, ദിവസം 1 മിനിറ്റ്, ഒരു സമയത്ത് 5 ബാങ്ക് ഉണ്ടല്ലോ, 5 സമയത്ത് നമസ്കാരമുണ്ട്, അപ്പോൾ ഒരു ദിവസം 5 മിനിറ്റ്, ഓരോ മിനിറ്റ് വീതം ഓരോ ബാങ്കിനും കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഓർഡർ വാങ്ങിയെടുത്തിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവര് മറ്റൊരു ജഡ്ജ്മെന്റ് നേടിയിട്ടുണ്ട്. അതായത് 235/1993 എന്ന അടിസ്ഥാനത്തിൽ ഒരു ജഡ്ജ്മെന്റ്. അതിനകത്ത് മതവ്യത്യാസമില്ലാതെ സകലമാന ആരാധനാലയങ്ങൾക്കും ഈ ആക്ട്, ഈ റൂള് ബാധകമാണ് എന്ന രൂപത്തിൽ വന്നു. അതുകൊണ്ട് ആദ്യം സംസ്ഥാന സർക്കാർ നേടിയെടുത്ത ആ 1 മിനിറ്റ് അവർക്ക് ബാങ്ക് വിളിക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ടല്ലോ, ഒരു അനുമതി, അതങ്ങ് റദ്ദ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ രൂപത്തിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നതായാലും ഹിന്ദുക്കൾ ചെയ്യുന്നതായാലും ക്രിസ്ത്യാനികൾ ചെയ്യുന്നതായാലും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ബാങ്ക് വിളിക്കു മാത്രം എന്തെങ്കിലും രൂപത്തിൽ ഒരു പ്രാധാന്യമുണ്ടോ? ഇല്ല. ഇത് വെറുതെ പറയുന്നതല്ല, ശക്തമായ രൂപത്തിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എല്ലായിടത്തും ഈ നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ഉണ്ട്, എല്ലായിടത്തും ഇത്ര ഡെസിബൽ യൂണിറ്റിലധികം ഏത് ആരാധനാലയങ്ങളായിരുന്നാലും, കല്യാണമാകട്ടെ കച്ചേരി ആകട്ടെ, ഇതൊന്നും പറ്റില്ല എന്ന് ശക്തമായ രൂപത്തിലുള്ള നിയമ സംവിധാനങ്ങൾ
കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ട് പോലും, ഇത് വളരെ ചെറിയ അക്ഷരമാണ്, എനിക്കാണെങ്കിൽ കണ്ണും വേദന എടുക്കും നോക്കുമ്പോഴേക്ക്. അങ്ങനെ കോപ്പി വേണമെങ്കിൽ ഞാൻ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടേക്കാം. ബ്ലർ ചെയ്തേ കാണുന്നുള്ളത്. ബ്ലറായി പോകുന്നല്ലേ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് 2000-ലെ ശബ്ദ മലിനീകരണ നിയന്ത്രണമാണ്. നിയന്ത്രണവും സംരക്ഷണവും എന്ന വിഷയത്തെ സംബന്ധിച്ച് കോടതിയുടെ ഉത്തരവാണ്. അപ്പം ഈ കോടതിയുടെ ഉത്തരവൊക്കെ കാറ്റിൽ പറത്തി ഞങ്ങൾക്കു മാത്രം ഞങ്ങളുടെ മതനിയമമാണ് പ്രധാനം എന്ന രൂപത്തിലാണ് ഇന്നും പള്ളികളിൽ ബാങ്ക് വിളി മുഴങ്ങുന്നത്. ഇപ്പം ഇത് എടുത്ത് പറയാൻ കാരണം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് നല്ലൊരു ശതമാനം പള്ളികളിൽ നിന്നും ലൗഡ് സ്പീക്കർ നിയന്ത്രിക്കുകയും അഴിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമല്ല. ഈ നിയമം കോടതി നിയമങ്ങളിൽ ലംഘിച്ചാൽ എത്ര പിഴയുണ്ടെന്നറിയാമോ? അതാ പരമാവധി 1 ലക്ഷം രൂപ വരെ പിഴ വരെയുണ്ട്. വയലേഷൻ ഓഫ് നോയ്സ് റൂൾസ്. ഇതാ കോമ്പൻസേഷൻ ഉണ്ടല്ലേ, 10,000, 1,00,000, 25,000, 10,000, 50,000, 1000. ഈ നിയമങ്ങളൊക്കെ സാധാരണക്കാരന് പാലിക്കാനും ഇതുപോലെയുള്ള മത മേലധ്യക്ഷന്മാർക്ക് ലംഘിക്കാനും വേണ്ടിയുള്ളതായിരിക്കരുത്. അതുകൊണ്ട് ശബ്ദത്തിന്, ബാങ്ക് വിളിക്ക് ഏതാണ്ട് നല്ലൊരു രൂപത്തിൽ തിരിച്ചടിയായിട്ട് ശക്തമായ രൂപത്തിൽ കുറേ യുവാക്കൾ തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കാരണം ഇത് പാകിസ്ഥാനല്ല എന്ന് തെളിയിക്കണമല്ലോ. ഇസ്ലാമിക ആരാധനാലയങ്ങൾക്ക് മാത്രമല്ല, ഒന്നിനും വേണ്ട എന്ന രൂപത്തിലാണ് ശക്തമായി അവർ നിൽക്കുന്നത്. നന്ദി.